എന്നാൽ ഈ ഒരു നീക്കം പ്രബലമായപ്പോൾ പരിമല തിരുമേനിയുടെ നേതൃത്വത്തിൽ വേറൊരു ഗ്രൂപ്പ് കൗണ്ടർ മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു മെമ്മോറാണ്ടം ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, രാജാവിനോട് പറയുകയാണ്, സാമുദായികമായ സംവരണമല്ല വേണ്ടത്, പിന്നെയോ കഴിവുള്ളവരായിട്ട് സാധ്യതയുള്ളവരായിട്ട് ആര് വളർന്നു വന്നാലും ആ കഴിവിനെ അംഗീകരിച്ച് അവർക്ക് ജോലി കൊടുക്കണം. സമുദായത്തിന്റെ പേരിൽ മാത്രമല്ല, വ്യക്തിപരമായിട്ട് സാധ്യതയും കഴിവും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 1791 കൗണ്ടർ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു പാവങ്ങളുടെ പക്ഷം പിടിക്കലിന്റെ മെമ്മോറാണ്ടം പരിശുദ്ധ പരിമല തിരുമേനി അന്നത്തെ സമൂഹത്തിൽ ഒരു നല്ല മാതൃകയായിട്ട് നൽകി. സമൂഹത്തിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നും ക്രിസ്ത്യാനിയായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന്റെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുവാനും നമുക്ക് ചുമതലയുണ്ട് എന്നുള്ള വളരെ ശക്തമായ ഒരു നിലപാട് ഈ സമൂഹ ബന്ധത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള സങ്കല്പമായിട്ട് തിരുമേനി എടുത്തു കാണിക്കും. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യൻ പ്രപഞ്ച ബന്ധത്തിൽ എന്നുള്ളത് പരിമല തിരുമേനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു. നാം ഇന്ന് ജീവിക്കുന്ന ആയിരിക്കുന്ന ഈ പരിമല ഇന്ന് ഒരു മഹാ സ്വർഗ ദേശമായിട്ട് ജ്ഞാനദേശമായിട്ട് മാറിയെങ്കിൽ പരിമല തിരുമേനി ഇവിടെ താമസിക്കാൻ വന്നപ്പോൾ പനങ്കാട് യക്ഷിക്കാടുമായിട്ട് കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. പക്ഷേ ആ ഭൂപ്രദേശത്തെ വെള്ളങ്ങളുടെ നാടും കടത്തുകളുടെ നാടും ഒക്കെ ആയിരുന്ന ഈ പ്രദേശത്തെ ഒന്ന് സ്നേഹിക്കുവാൻ, ആ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഗാനവും സ്വന്തം ജീവിതഗാനമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു വലിയ ദർശനം തിരുമേനിക്കുണ്ടായിരുന്നു. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം വികസിക്കുന്നതിനനുസരിച്ച് ഈ പ്രപഞ്ചത്തെ മറക്കാതിരിക്കുവാൻ ശ്രമിക്കുക. പരിമല തിരുമേനിയുടെ ഈ പ്രപഞ്ചത്തോടുള്ള ബന്ധം പക്ഷികളുടെ പാട്ടുകളിൽ ശ്രദ്ധിക്കുവാനും അവരുടെ സംസാരങ്ങൾ വ്യാഖ്യാനിക്കുവാനും തിരുമേനിക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ രസം തോന്നിക്കുന്ന ഒരു കാര്യമായിരിക്കും. പരിമല തിരുമേനിയുടെ ഒരു ശിഷ്യനായിരുന്നു പനക്കാവിൽ കോശി കത്തനാര്. ആ അച്ഛൻ പറഞ്ഞതായിട്ട് കൊച്ചുമകള് തന്റെ കൊച്ചുമക്കളോട് പറഞ്ഞൊരു കഥ പരിമല തിരുമേനിയുടെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പമ്പയാറ്റില് ഒരു ദിവസം വഞ്ചിയിലെ തിരുമേനി അക്കരയ്ക്ക് പോകുമ്പോൾ ഏതാണ്ട് വലിയ കൂടുതൽ വീതിയില്ലാത്തൊരു ഭാഗത്ത് വന്നപ്പോൾ അക്കരയും ഇക്കരയുമുള്ള മരങ്ങളിൽ ഇരുന്നു കൊണ്ട് പക്ഷികൾ ചലിക്കുന്നത് കേട്ടു. ചലിക്കുന്നത് കേട്ട ഉടനെ തിരുമേനി അങ്ങനെ ശ്രദ്ധിക്കുന്നു. ചമ്മാശന്മാർ ചോദിച്ചു, അതെന്തായിരിക്കും അതുങ്ങളെ ചൊല്ലുന്നത്? ഉടനെ തിരുമേനി, അത് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാകും. ഇപ്പുറത്ത് തള്ള പക്ഷിയും കുഞ്ഞു പക്ഷിയുമുണ്ട്, അപ്പുറത്ത് തന്തപ്പക്ഷിയുണ്ട്. തള്ളപ്പക്ഷി കുഞ്ഞു പക്ഷിയെ വെച്ചുകൊണ്ട് തന്തപ്പക്ഷിയോട് ചോദിക്കുകയാണ്, ഞാൻ ഈ കുഞ്ഞുമായിട്ട് അക്കരയ്ക്ക് വരട്ടെ എന്ന്. അപ്പൻ പക്ഷി അക്കരെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, നീ കേട്ടോ, വരിക. ഉടനെ തള്ളപ്പക്ഷി ചോദിക്കുകയാണ്, എന്റെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ് വെള്ളത്തിൽ വീണുപോയാൽ എന്നെ അടുക്കും. സാരമില്ല, ഞാൻ ഓടി വന്നതിനെ പോയി എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു. ഇങ്ങനെ തിരുമേനി വിശദീകരിച്ച് അല്പം മുൻപോട്ട് പോയപ്പോൾ ഈ പക്ഷി പറക്കുന്നത് ആകാശത്ത് നിന്ന് ചമ്മാശന്മാരെ ശ്രദ്ധിച്ചു. പറഞ്ഞതുപോലെ നടു വന്നപ്പോൾ ഈ കുഞ്ഞുമായിട്ട് ഈ തള്ളപ്പക്ഷി വെള്ളത്തിൽ വീണു. ഉടൻ തന്നെ അക്കരെ നിന്ന് ഈ അപ്പൻ പക്ഷി ഇങ്ങോട്ട് വന്നിട്ട് ഈ കുഞ്ഞിനെയും പൊക്കിയെടുത്തുകൊണ്ട് അക്കരയ്ക്ക് പോയി എന്ന് കണ്ടത് ദർശിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് വായിക്കുവാനായിട്ടിടയായി. പ്രകൃതിയുമായിട്ട് ഇണങ്ങിയൊരു മനസ്സിന് മാത്രമേ ഇങ്ങനെയുള്ളത് ശ്രദ്ധിക്കുവാനും ഇങ്ങനെയുള്ളതിന്റെ ഭാഷ മനസ്സിലാക്കുവാനും ആ ഒരു അന്തരീക്ഷത്തിൽ എല്ലാ പ്രതികൂലതകളെയും മറന്നുകൊണ്ട് ജീവിക്കുവാനും ദൈവത്തെ അനുഭവിക്കുവാനും സാധിക്കും. യക്ഷികളെ ഭയപ്പെട്ട് ഓടിയിരുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാനും അനേകം ആളുകളുടെ ജീവിതത്തിന്റെ ആശ്വാസമായിട്ട് അത് മാറ്റിയെടുക്കുവാനും കഴിഞ്ഞുവെങ്കിൽ പ്രകൃതിയിൽ ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന
പുഞ്ചിതഃ മാ കൃതകസ്യ സിദ്ധനം എന്ന് ഈശോപനിഷത്തിൽ ഈ പ്രപഞ്ചത്തിലെല്ലാം പരിലസിക്കുന്നത് ദൈവിക ചൈതന്യമാണ്. ആ ചൈതന്യത്തെ ഉൾക്കൊള്ളണമെങ്കിൽ ത്യജിച്ചുകൊണ്ട് അതിനെ ഭുജിക്കണം. ത്യജിച്ചു ത്യജിച്ചുകൊണ്ട് ഭുജിച്ച ഒരു ജീവിതം, അത് പ്രപഞ്ചത്തെ സ്വന്തമായിട്ട്, സ്വന്തം ജീവിതത്തിന്റെ ശ്വാസവും സൗന്ദര്യവും ഗീതവുമായിട്ട് കണ്ടെത്തിയ ഒരു മനസ്സിൽ അത് സാധിക്കും. നമ്മളൊക്കെ ഇന്ന് മറന്നു പോകുന്നത് ആ ഒരു സംസ്കാരത്തെയാണ്. അതിലേക്ക് തിരിച്ചു വരുവാൻ പരിമല തിരുമേനി നല്ല മനുഷ്യരെയുടെ ചിത്രം വരച്ചുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നു. ദൈവം ആ മനുഷ്യ ചിത്രം കാണുവാനായിട്ട് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മാതൃകയിൽ കൂടിയും മധ്യസ്ഥതയിൽ കൂടിയും നമുക്കിടയാകട്ടെ. നല്ല മനുഷ്യനെ നമുക്ക് പരിചയപ്പെടുത്തുന്ന പരിമല തിരുമേനി, ആ നല്ല മനുഷ്യന്റെ മുമ്പിൽ നമുക്കും വണങ്ങാം. ആ നന്മ നമ്മുടെ ജീവിതത്തിന്റെ പുണ്യമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോട് ചേർന്നുള്ള പ്രഭാഷണ പരമ്പരയുടെ 2ാം ദിവസത്തിൽ പരിമല തിരുമേനിയുടെ മനുഷ്യദർശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ലളിതമായ ഭാഷയിൽ മനുഷ്യന്റെ ആഴത്തിലേക്ക് ഇറങ്ങിത്തക്കവണ്ണം നമുക്ക് പകർന്നു തന്ന ബഹുമാനായ ജേക്കബ് പെരുന്നാളിനോടുള്ള സ്നേഹവും സന്തോഷവും കൃതജ്ഞതയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് സമർപ്പിച്ചുകൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ ആരംഭ സമയത്ത് സ്വല്പം തിരക്ക് വന്നതിനാൽ ഒരു കാര്യം ആദ്യമേ നിങ്ങളെ അറിയിക്കാനായിട്ട് വിട്ടുപോയി. അത് ഇപ്പോഴ് ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാഷണ പരമ്പരയ്ക്ക് അധ്യക്ഷ പദവി അലങ്കരിച്ച അഭിവന്യ ഗിയോനീസ് മാർ കൂറിലോസ് തിരുമേനി 60ാം വയസ്സിലേക്ക് പ്രവേശിച്ചതിൻ്റെ ആ സന്തോഷത്തിൽ നിങ്ങൾ 60ാം വയസ്സിൻ്റെ പിറന്നാൾ കൊണ്ടാടുന്ന ഒരവസരമാണ്. ആ 60ാം പിറന്നാൾ കൊണ്ടാടുന്ന അവസരത്തിൽ നമ്മുടെ ഏവരുടെയും, പ്രത്യേകിച്ച് പരിമല സുമനാരിയുടെ എല്ലാവരുടെയും ഈ പെരുന്നാൾ സംബന്ധിക്കുന്ന ഏവരുടെയും പേരുള്ള ജന്മദിന ആശംസ ഈ സമയത്ത് തിരുമേനിക്ക് നേർന്നുകൊള്ളുകയും ചെയ്യും.